ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ പല ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഉന്നതമായ ഖുദ്റത്തുകളെ അറിയിച്ചിരുകയുണ്ടായി. അതിലൂടെയെല്ലാം ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന കാര്യം അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതനും ഏറ്റവും കഴിവുള്ളവനും തന്നെയാണെന്ന കാര്യം അറിയിക്കുകയാണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വമാ അംറുസ് സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖ്റബ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളിൽ മറഞ്ഞതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഖിയാമത്തിൻ്റെ കാര്യം കണ്ണടച്ച് തുറക്കുന്നതുപോലെയോ അതിനേക്കാൾ പൊടുന്നനെയോ സംഭവിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുകയാണ്. സർവ്വലോകത്തെയും പടക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവിന് മാത്രമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുഴുവൻ മറഞ്ഞ കാര്യങ്ങളെയും അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കും എല്ലാ കാര്യങ്ങളെപ്പറ്റിയുമുള്ള അറിവില്ല. യുഹീതൂന ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദൃശ്യമായതും അദൃശ്യമായതുമായ എല്ലാ കാര്യത്തെയും വ്യക്തമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മനുഷ്യൻ്റെ അറിവിനാണെങ്കിലും മറ്റേത് വസ്തുക്കളുടെ അറിവിനാണെങ്കിലും പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിന് യാതൊരു പരിമിതിയുമില്ല. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ അവസ്ഥയെപ്പറ്റി, ദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയും അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയും ഇരുട്ടിലുള്ളതിനെപ്പറ്റിയും വെളിച്ചത്തുള്ളതിനെപ്പറ്റിയും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായി അറിയുന്ന അള്ളാഹുവും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായ അറിവില്ലാത്ത അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി ഊഹം മാത്രം പറയാൻ സാധിക്കുന്നവരും ഒരുപോലെയാകുമോ എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അദൃശ്യമായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമെന്നുള്ളത്, ഖിയാമത്തിൻ്റെ ദിവസമെന്നുള്ളത്. അതേപ്പറ്റി അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ആർക്കും എന്നീ ദുന്യാവ് അവസാനിക്കുമെന്നോ എന്ന് മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നോ പറയാൻ സാധിക്കുന്നതല്ല. സ്വന്തത്തിൻ്റെ മരണത്തെപ്പറ്റി പോലും ഒരാൾക്ക് പ്രസ്താവിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ എത്ര കാലം ജീവിക്കും, എത്ര കാലം ഞാൻ ദുന്യാവിൽ ഉണ്ടാകും, എത്ര കാലം എനിക്ക് ആരോഗ്യമുണ്ടാകും, എൻ്റെ ആയുസ് അവസാനിക്കുന്നത് എന്നാണ്, ഇതൊന്നും ആർക്കും നിശ്ചയിച്ച് പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ വിളി എപ്പോൾ വരുന്നോ അപ്പോൾ മനുഷ്യൻ ഉത്തരം നൽകേണ്ടി വരും. എത്ര കാലം ജീവിക്കുമെന്ന് ഒരാൾക്കും ഉറപ്പോടുകൂടി പറയാൻ സാധിക്കുന്നതല്ല. സ്വന്തം ജീവിതത്തെപ്പറ്റി പോലും മനുഷ്യന് വ്യക്തമായ ധാരണയില്ല. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തെപ്പറ്റി എന്ത് അറിവാണ് മനുഷ്യർക്കും മറ്റു വസ്തുക്കൾക്കും ഉണ്ടാവുക? ഒരിക്കലും ആർക്കും എന്നാണ് ദുന്യാവ് അവസാനിക്കുക, എന്നാണ് അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിനാകട്ടെ ആ കാര്യത്തെപ്പറ്റി വ്യക്തമായി അറിയാം. അതുമാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത്, മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. മക്ക മുശ്രിക്കീങ്ങൾ ചോദിക്കുമായിരുന്നു, അള്ളാഹു മനുഷ്യൻ മണ്ണായതിനു ശേഷം എങ്ങനെ പുനർജീവിപ്പിക്കാനാണ്, അതിനെങ്ങനെ സാധിക്കും? എന്നാൽ അല്ലാഹു തആല അറിയിക്കുകയാണ്, മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും എളുപ്പമായ കാര്യമാണ്. മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഇമ വെട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ കഴിവിനെ മനുഷ്യൻ്റെ ചെറിയ ബുദ്ധി വെച്ച് മനുഷ്യൻ താരതമ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കഴിവിനെ ഒരിക്കലും മനുഷ്യൻ്റെ അപൂർണമായ അറിവ് വെച്ച് താരതമ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. യാതൊരു പ്രയാസവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നവനാണ്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്നും അത് അള്ളാഹുവിന് പ്രയാസവുമില്ലാത്ത കാര്യമാണെന്നും ഉള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങളെ മാതാപിതാക്കളുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു.
നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ഒരു മനുഷ്യൻ ജനിക്കുന്നത്, ഇത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. വെറുമൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ജീവൻ നൽകുന്നു, രക്തക്കട്ടയാക്കുന്നു, മാംസക്കട്ടയാക്കുന്നു, പിന്നീട് റൂഹ് ഓതുന്നു. മനുഷ്യന് വേണ്ട അവയവങ്ങൾ അള്ളാഹു നൽകുന്നു, ആ അവയവങ്ങൾക്ക് അള്ളാഹു ശേഷി നൽകുന്നു. മനുഷ്യൻ ജനിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും അറിവില്ലാത്തവനായിരുന്നു. സ്വന്തമായി പേരെന്താണെന്നറിയില്ല, സ്വന്തമായി എന്ത് ചെയ്യണമെന്നറിയില്ല. ഘട്ടം ഘട്ടമായി ഓരോന്നോരോന്നായി അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യം കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് കമന്ന് കിടക്കാനോ മുട്ടുകുത്താനോ നടക്കാനോ ഒന്നും അറിയുന്നതല്ല, കരയാൻ മാത്രമാണ് അറിയുക. എന്നാൽ ഘട്ടം ഘട്ടമായി ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്നും ധാരാളം കാര്യങ്ങൾ അറിയുന്ന, നടക്കാനുള്ള ശേഷി കാലിന് നൽകിക്കൊണ്ട്, പിടിക്കാനുള്ള ശേഷി കൈയിന് നൽകിക്കൊണ്ട്, ചിന്തിക്കാനുള്ള ശേഷി ബുദ്ധിക്ക് നൽകിക്കൊണ്ട് ഘട്ടം ഘട്ടമായി അല്ലാഹു തആല ആ കുട്ടിയെ ഒരു നല്ല രൂപത്തിലോട്ടും കാര്യപ്രാപ്തിയുള്ള രൂപത്തിലോട്ടും എത്തിക്കുന്നു. ഇങ്ങനൊരു കുട്ടി, ഒന്നും അറിയാത്ത കുട്ടിയെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ആരുടെ കഴിവാണ്? ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ്. ഒരിക്കലും കുട്ടിയുടെ കാലിന് ബലം ലഭിക്കുന്നത്, കൈയിന് ബലം ലഭിക്കുന്നത്, കാഴ്ചശക്തി പൂർണ്ണമാകുന്നത്, കേൾവി ശക്തി ലഭിക്കുന്നത്, സംസാരിക്കാനുള്ള ശേഷി ലഭിക്കുന്നത്, ചിന്തിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷി ലഭിക്കുന്നത് മാതാപിതാക്കളുടെ കഴിവ് കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ സഹായം കൊണ്ടോ അല്ല. നേരെ മറിച്ച് ഇതെല്ലാം അള്ളാഹുവാണ് നൽകുന്നത്. ഒരു കുട്ടിക്ക് ചിന്താശേഷി വേണ്ട എന്ന് അള്ളാഹു വിചാരിച്ചാൽ ആ കുട്ടി ചിന്താശേഷി ഇല്ലാത്തവനായി തീരും, ബുദ്ധിയില്ലാത്തവനായി തീരും. ഒരു കുട്ടിക്ക് കണ്ണ് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ കുട്ടി അന്ധനായി തീരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് നടത്തിക്കൊടുക്കുന്നു. ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു ഇന്ദ്രിയത്തുള്ളി മാത്രമായ വസ്തുവിനെ പൂർണ്ണമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, വലിയ ചിന്തകൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയത് അള്ളാഹുവാണ്. ഇങ്ങനെയൊരു ഇന്ദ്രിയത്തുള്ളിയെ ഈ രീതിയിലുള്ള കഴിവുകളുള്ള മനുഷ്യനാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ മണ്ണായിപ്പോയ മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടോ എന്ന് സംശയിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം അള്ളാഹു ഈ ഉദാഹരണത്തിലൂടെ ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിക്ക് ആദ്യ സമയത്ത് ജീവൻ നൽകാനും എല്ലാ പ്രാപ്തിയുമുള്ള രീതിയിൽ അവനെ ഉയർത്താനും സാധിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും മരണത്തിന് ശേഷം മനുഷ്യരെ പുനർജീവിപ്പിക്കാനും അള്ളാഹുവിന് കഴിവുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ അള്ളാഹുവിന് പുനർജീവിപ്പിക്കുക എന്നുള്ളത് പ്രയാസമാണെന്ന് പറയുന്നത് തികച്ചും വിഡ്ഢിത്തരമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പുനർജീവിപ്പിക്കുന്ന കഴിവിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവുന്നതല്ല എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു തആല. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറഞ്ഞുകൊള്ളട്ടെ, മനുഷ്യൻ്റെ പ്രയാസങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വെച്ചുകൊള്ളട്ടെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം ചോദിക്കുകയും ചെയ്തു കൊള്ളട്ടെ. തീർച്ചയായും അള്ളാഹു സഹായത്തിനുണ്ടാവുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.